ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് എൻ സി ആർ ടി സിലബസിലെ ക്ലാസ് 7ൻ്റെ നീൽഖണ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മയാണ്. ഇതിനകത്ത് നമുക്ക് കുറേ പക്ഷികളുടെയും പിന്നെ അതിനെങ്ങനെ നോക്കുന്നു. മഹാദേവി വർമ്മയ്ക്ക് നേരത്തെ പക്ഷികളെ ഒന്നും നോക്കി ശീലമൊന്നുമില്ലായിരുന്നു. അന്ന് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവി വർമ്മ ഒരു ദിവസം ഗസ്റ്റിനെ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് എന്തോർത്തത്, ചിടിയോ ഓർ ഖർഗോഷോ ഇവരുടെ ദുക്കാനിനെ കുറിച്ച് ഓർത്തത്, കടയെക്കുറിച്ച്. അതായത് പക്ഷികളും മുയലും ഒക്കെയുള്ള കടയിനെ കുറിച്ച് ഓർത്തത് വരുന്ന വഴിയിലായിരുന്നു. അന്നേരം നമ്മുടെ ലേഖിക എന്ത് ചെയ്തു, ഡ്രൈവറിനോട് പറഞ്ഞു വണ്ടി മറ്റേ ആ ചിടിയ ഉള്ള ആ ദുക്കാനിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ഡ്രൈവർ ചിടിയയും ഖർഗോഷൊക്കെ ഉള്ള ദുക്കാനിലേക്ക് പോവുമായിരുന്നേ. അന്നേരം അവരുടെ ആ ദുക്കാൻ എത്തുന്ന ആ സമയത്ത് അവിടെ ആരുണ്ടായിരുന്നു, ബഡേമിയ ഉണ്ടായിരുന്നു. ബഡേമിയ അന്നേരം എന്ത് ചെയ്തു, വണ്ടിയിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് ഇതുപോലെ പറയായിരുന്നു സലാം ഗുരുജിന്ന്. എന്നിട്ട് അവരോട് പറഞ്ഞു, ലാസ്റ്റ് ടൈം നിങ്ങളിവിടെ വന്നപ്പം മോറിൻ്റെ കുട്ടികൾ, അതായത് പീക്കോക്കിൻ്റെ കുട്ടികൾ ഉണ്ടോയെന്ന് തിരക്കിയതല്ലേ. എന്നിട്ട് പറയാ ശങ്കർഘട്ട്ന്ന് ഒരു ചീടിമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ വേട്ടയാടുന്ന ആള്. എന്നാൽ ശങ്കർഘട്ടിൽ നിന്ന് ഒരു ചീടിമാർ 2 മോറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മോറും ഒരു മോറിനെയാണ്, അതായത് ഒരു ആൺ പീക്കോക്കും ഒരു പെൺ പീക്കോക്കും ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് തൂഫാൻ മേൽ സംസാരമാണ്, അതായത് കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഒരു സ്റ്റോപ്പും ഇല്ല, ഒന്നുമില്ല. അതായത് ഈ പുള്ളിയുടെ കൂട്ടത്തിൽ, നമ്മുടെ ഈ ബഡേമിയയുടെ കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എപ്പോൾ ടയേർഡാവും അന്നേരമായിരിക്കും ആ ഒരു കോൺവെർസേഷൻ നിൽക്കുന്നത്. അത്രയും നേരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അന്നേരം ഇതിങ്ങനെ പറഞ്ഞെല്ലാം ഇരിക്കുമ്പോൾ നമ്മുടെ ഇതിലെ റൈറ്ററിൻ്റെ കണ്ണ് എങ്ങോട്ടേക്ക് പോയി, അവിടെ ആ ദുക്കാനിൽ ഒരു കേജ് ഉണ്ടായിരുന്നു, പിഞ്ചറ ഉണ്ടായിരുന്നു. അന്നേരം ആ പിഞ്ചറയിൽ 2 കുട്ടി പക്ഷികളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പീക്കോക്കിൻ്റെ കുട്ടികളായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറുതായത് കാരണം പീക്കോക്കിൻ്റെ ആണെന്ന് തോന്നത്തില്ല. തീത്രോയ്ക്ക് സമാനായിരുന്നു 2 ബച്ചയുള്ളത്. തീത്തർ എന്ന് പറയുന്ന വേറൊരു പക്ഷിയാണ്, അതുപോലെയായിരുന്നു തോന്നുന്നത്. എന്നിട്ട് മൊത്തം 35 രൂപ കൊടുത്തിട്ട് നമ്മുടെ ഇത് ലേഖിക എന്ത് വാങ്ങിച്ചു, ആ 2 പീക്കോക്കിൻ്റെ കുട്ടികളെ വാങ്ങിച്ചു അല്ലേ. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നപ്പം വീട്ടുകാരൊക്കെ കളിയാക്കിയിട്ട് പറഞ്ഞു, നിന്നെ അവർ പറ്റിച്ചതാണ്, അത് തീത്തറാണ്, പീക്കോക്ക് അല്ലെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹാദേവി വർമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്ന്. എന്നിട്ട് മഹാദേവി വർമ്മ എന്ത് ചെയ്തു, പറഞ്ഞു കുഴപ്പമില്ല, ഇതെന്തായാലും പക്ഷി കുഞ്ഞുങ്ങളല്ലേ, കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് പക്ഷികളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് എഴുതാനും വായിക്കാനും ഇരിക്കുന്ന റൂമുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് പിഞ്ചറ കേജ് അങ്ങ് തുറന്നു വിട്ടു. എന്നിട്ട് റൂം അടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പക്ഷികൾ എന്ത് ചെയ്തു, നമ്മുടെ പീക്കോക്കിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ഓടിച്ചാടി നടക്കുമായിരുന്നു. ഇവർക്ക് വേണ്ടി 2 കട്ടോര വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടോര മീൻസ് 2 ബൗൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ബൗളിൽ ചോട്ടി ഗോലിയ, കുഞ്ഞു കുഞ്ഞ് റൗണ്ടുള്ള അതിന് കഴിക്കാനുള്ള ഫുഡാണ്. പിന്നെ ഒരെണ്ണത്തിനകത്ത് പാനി വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെന്ത് ചെയ്യും, ചിലപ്പം ടേബിളിൻ്റെ താഴെ അല്ലെങ്കിൽ അലമാരിയുടെ പുറയിലൊക്കെ ആയിട്ട് പോയി ഒളിച്ചും കളിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഒരു പ്രാവശ്യം അവർക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം വന്നപ്പോൾ അവിടെ ഒരു റദ്ദിയുടെ ഒരു ഇതുണ്ടായിരുന്നു, ടോക്കറി ഉണ്ടായിരുന്നു. ആ ടോക്കറിയിൽ പോയി അവിടെ അങ്ങ് താമസിക്കാൻ, അവിടെ അങ്ങ് കിടക്കാൻ, റെസ്റ്റ് എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആ റൂം അങ്ങ് അടച്ചിടും. ആ റൂം അടച്ചിടാൻ കാരണം ചിത്ര എന്ന് പറയുന്ന പൂച്ചയുള്ളത് കാരണം. അത് ഭയങ്കര പൊസസീവാണ്. അതായത് അത് ആ വീട്ടിൽ എലീനെ കണ്ടാൽ പോലും ഒന്നും ചെയ്യുകയൊന്നുമില്ലേ. പക്ഷേ ആ വീട്ടിൽ ഈ 2 പക്ഷികൾ ഓടിച്ചാടി നടക്കുന്ന കാണുമ്പോൾ നമ്മുടെ ചിത്ര എന്ന് പറയുന്ന പൂച്ചയ്ക്ക് എന്ത് തോന്നും, ഒരു വല്ലാത്തൊരു തോന്നും അല്ലേ, ഇഷ്ടപ്പെടത്തില്ല. കാരണം ആ റൂം ഫുള്ള് ഇവരങ്ങ് വൃത്തികേടാക്കുവാണ്, അവിടെ ഇവിടേക്കും കയറി ഓടിച്ചാടിയൊക്കെ നടക്കുവാണ് അല്ലേ. അതൊന്നും നമ്മുടെ ചിത്രയ്ക്ക് ഇഷ്ടമല്ല. അന്നേരം ആ ചിത്ര ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കാരണമാണ് നമ്മുടെ റൈറ്റർ എന്ത് ചെയ്യുന്നത്, ആ റൂം അങ്ങ് അടച്ചിടുന്നത്. പിന്നെ ഒരു ദിവസം പോയി നോക്കിയപ്പം ആ റൂമിൻ്റെ അവസ്ഥ ചിടിയാഖാനെ പോലെയായിരുന്നു. അതായത് പക്ഷികളൊക്കെ താമസിക്കുമ്പോൾ മൊത്തം അലമ്പായി കിടക്കുമല്ലോ, അതുപോലെ അത്രയ്ക്ക് മോശം ഒരു അവസ്ഥയിലായത് കാരണം നമ്മുടെ റൈറ്റർ എന്ത് ചെയ്തു, ആ 2 ചിടികളെ എവിടെ കൊണ്ടുപോയി, ഇവിടെ ജാലിക്കകർ, അതായത് ഇതുങ്ങളെയൊക്കെ സേഫായിട്ട് വലിയൊരു നെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ താമസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വിട്ടു. അവിടെ കൊണ്ടുപോയപ്പം ബാക്കിയുള്ളവർ എങ്ങനെ സ്വീകരിച്ചത് ഇവരെ,
അതായത് പുതിയ കല്യാണം കഴിഞ്ഞ് വരുന്ന വധു ഉണ്ടല്ലോ, അവരെ സ്വീകരിക്കുന്ന പോലാണ് ഇവരെ അവിടെ സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ കബൂതർ ഉണ്ടായിരുന്നു. കബൂതർ എന്ന് പറയുന്നത് എന്താണ്? പിജിയൺ ഉണ്ടായിരുന്നു അല്ലേ? പിജിയൺ ആണെങ്കിൽ ഇത് ഫുള്ള് ഡാൻസ് കളിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഓടി ഇഞ്ഞ് വന്ന് 4 സൈഡിൽ നിന്നും, അതായത് നമ്മുടെ പീക്കോക്കിന് 4 സൈഡിലും ഇങ്ങനെ വട്ടം ഇട്ട് ഈ പിജിയൺ എന്ത് ചെയ്യുന്നുണ്ട്? കബൂതർ എന്ത് ചെയ്യുക? ഗുട്രുഗു ഗുട്രുഗു എന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുവാണ്. പിന്നെ അവിടെ വേറെ ആരുള്ള ഖർഗോഷുണ്ട്, ബഡേ ഖർഗോഷുണ്ട്, ഖർഗോഷിൻ്റെ കുഞ്ഞുങ്ങളുമുണ്ട്. അന്നേരം ഈ ബഡേ ഖർഗോഷ് എന്ത് ചെയ്യുക? എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണേ. എന്നിട്ട് ഈ ചോട്ടേ ഖർഗോഷിൻ്റെ കയ്യിൽ എന്തുണ്ട്? ബോളുണ്ട് കളിക്കാനായിട്ട്. പിന്നെ അവിടെയുള്ള തോത്തയാണ് പാരറ്റ്, അതും എല്ലാം നോക്കിയിരിക്കുക. പിന്നെ ആ നെറ്റുള്ള സ്ഥലം ഉണ്ടല്ലോ, ഈ ചെടികളെയൊക്കെ ഒരുമിച്ച് താമസിപ്പിക്കുന്നത്, അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ കുഞ്ഞ് പീകോക്സ് ഉണ്ടല്ലോ, അതുങ്ങളൊക്കെ വലുതായി അതിനൊക്കെ കളറ് വെച്ചൊക്കെ തുടങ്ങി. അതായത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുവേ. അതായത് ഒരു കാറ്റർപില്ലറിൽ നിന്ന് എങ്ങനെയാണോ ബട്ടർഫ്ലൈ ആയി മാറുന്നത്, അതുപോലെ നമുക്കിതിനെയും കാണുമ്പോൾ ഫുൾ കളർഫുള്ളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പീകോക്കിന് ഇപ്പോൾ കളറൊക്കെ വെച്ചു, കഴുത്തൊക്കെ നീണ്ടു, അത് കാലൊക്കെ നല്ല സെറ്റായി. പിന്നെ നമുക്കറിയാം ആൺ പീകോക്കിനാണ് ഈ എന്താ പറയുന്നത് ഫെതേഴ്സൊക്കെ ഉള്ളത് അല്ലേ? പെൺ പീകോക്കിന് അങ്ങനെ ഫെതേഴ്സൊന്നുമില്ല. കളർഫുള്ളായിട്ടുള്ള ആൺ പീകോക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർഫുള്ളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പീകോക്കിന് ഇപ്പോൾ കളറൊക്കെ വെച്ചു, കഴുത്തൊക്കെ നീണ്ടു, അത് കാലൊക്കെ നല്ല സെറ്റായി. പിന്നെ നമുക്കറിയാം ആൺ പീകോക്കിനാണ് ഈ എന്താ പറയുന്നത് ഫെതേഴ്സൊക്കെ ഉള്ളത് അല്ലേ? പെൺ പീകോക്കിന് അങ്ങനെ ഫെതേഴ്സൊന്നുമില്ല. കളർഫുള്ളായിട്ടുള്ള ആൺ പീകോക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നീല കളറൊക്കെ ആയത് കാരണം അതിനെ എന്ത് പേരിട്ടു? അതിനെ അങ്ങനെയാണ് നമ്മൾ നീൽഖണ്ഡ് എന്ന് പേരിട്ടത്. ഈ നീൽഖണ്ഡ് ഈ ആൺമോറിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഒരു ഛായയായിട്ട്, ഒരു ഷാഡോ ആയിട്ട് നമ്മുടെ ആര് നടക്കുന്നു? മോറിനി നടക്കുന്ന കാരണം അതിനെ രാധ എന്നും പേരിട്ടു. പിന്നെ നമ്മൾ പറയുന്നതാണ് ഇവരെല്ലാവരും ഇങ്ങനെ അവിടെ കളിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അന്നേരം നമ്മുടെ ഈ നീൽഖണ്ഡ്, അതായത് ഈ ആൺമോറ് സ്വയം വിചാരിക്കുന്ന ബാക്കിയുള്ള ബേർഡ്സിൻ്റെ എന്താണ്, ഒരു സേനാപതിയാണ് അല്ലെങ്കിൽ ഒരു സംരക്ഷക എന്നുള്ള നിലയിലാണ് അവിടെ ഇവിടെയെല്ലാം ഓടിച്ചാടി നടന്ന് ഫുഡൊക്കെ കഴിക്കാൻ നേരം ഇതുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഫുഡ് കൊടുക്കും. എന്നിട്ട് തിരിച്ചെല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു പീക്കോക്കാണ് നമ്മുടെ നീൽഖണ്ഡ്. അവിടേക്ക് ആര് വരുന്നു? ഒരു പ്രാവശ്യം ഒരു സ്നേക്ക്, പാമ്പ് വന്നു, സാപ്പ് വന്നു അല്ലേ? സാപ്പ് വന്നിട്ട് ഈ സാപ്പിനെ കണ്ടുകൊണ്ട് അവിടെയുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും ഓടി. പക്ഷെ നമ്മുടെ ഖർഗോഷിൻ്റെ കുഞ്ഞുണ്ടല്ലോ, അത് പാവം ഇതിൻ്റെ വായിൽ പെട്ടുപോയി. അതിന് പെട്ടെന്ന് ഓടാൻ പറ്റിയില്ല. എന്നിട്ട് അതിനെ പകുതി അത് വായിലാക്കിയും ബാക്കി പകുതി ഖർഗോഷിൻ്റെ കുഞ്ഞ് വായുടെ പുറത്തുമായിരുന്നു. ഈ സമയത്ത് നമ്മുടെ നീൽഖണ്ഡ് എവിടെയായിരുന്നു? ഒരു മരത്തിന് മേളിൽ ജൂല, അതായത് ഊഞ്ഞാലാടി അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ ഒരു സൗണ്ട് വേറെ ആരെങ്കിലും, പക്ഷെ നീൽഖണ്ഡ് ഇതെല്ലാം നല്ലോണം നിരീക്ഷിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു സേനാപതിയാണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ, അത് കാരണം പുള്ളി എപ്പോഴും ചെവി കൂർത്ത് വെക്കുമായിരുന്നേ. അങ്ങനെ ഇതുപോലെ സൗണ്ട് കേട്ട് അവിടെ നിന്ന് ചാടി നമ്മുടെ സാമ്പിൻ്റെ അടുത്തോട്ട് വീണ് അങ്ങോട്ട് വന്നിരുന്ന്, അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഖർഗോഷിൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കാനായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നീൽഖണ്ഡ് സാപ്പിൻ്റെ പുറത്ത് കാല് വെച്ച് അതിൻ്റെ ചോഞ്ച്, അതായത് അതിൻ്റെ ചുണ്ടും കൊണ്ട് കൊത്തുമായിരുന്നു. കൊത്തി 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 സാപ്പിന് വേദന എടുത്തു. അന്നേരം അത് വായിന്ന് പുറത്ത് തുപ്പി. പക്ഷെ ആ ഖർഗോഷിൻ്റെ കുഞ്ഞൊരു ജീവനില്ലാത്ത പോലെ അവിടെ കിടക്കുമായിരുന്നേ. ആ ഖർഗോഷിൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു ഈ നീൽഖണ്ഡ്? അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഫെതേഴ്സൊക്കെ വിരിച്ച് അതിന് ചൂടൊക്കെ കൊടുത്ത് രക്ഷിക്കാനായിട്ട് നോക്കുമായിരുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ ഈ നീൽഖണ്ഡിനാണെങ്കിൽ ചായനെ ഭയങ്കര ഇഷ്ടമാണ്. ആ മോറിനി വേറൊരു 2 പീക്കോക്കിൻ്റെ കുഞ്ഞിനെയല്ലേ കിട്ടി, അതിൽ നിന്ന് ഒരെണ്ണം പെൺ പീക്കോക്കായിരുന്നല്ലോ, ആ മോറിനീനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവനെന്ത് ചെയ്യും? കുറച്ച് ആളാവാനായിട്ടൊക്കെ മരത്തിൻ്റെ മുന്നിൽ നിന്നൊക്കെ ചാടി ആമിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ട് ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ ഇതുപോലെ ഭയങ്കര ആളാന്നൊക്കെ കാണിക്കുക. ആ സമയത്ത് നമ്മൾ ഈ പക്ഷികളെയൊക്കെ കാണാനായിട്ട്, മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് നമ്മൾ പോകാറില്ലേ? ആ സമയത്ത് അവിടെ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നേ. അവരെന്താ പറയുന്നത്? പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ എന്നാണ് നമ്മുടെ ഈ നീൽഖണ്ഡിനെ പറയുന്നത്. പിന്നെന്താണ്? മഴ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോറിനിക്കും പീക്കോക്കിന് നോർമലി ഇഷ്ടമുള്ള സമയമാണ് മഴ സമയം. അന്നേരം ഇവർ ആ സമയത്ത് ഡാൻസ് കളിക്കും. ആകാശം കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ക്ലൗഡ്സൊക്കെ മൂടി നിൽക്കുന്നത്. ആ സമയത്ത് ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ ഉണ്ടാവും. പിന്നെ നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ഈ മോർ എന്ത് ചെയ്യും? മോറും നല്ല ശക്തിയായിട്ട് തന്നെ ഡാൻസ് കളിക്കുമെന്നാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ?
പിന്നെ പറയുന്നതാണ് നമ്മുടെ ഈ മഹാദേവ വർമ്മ ഒരു ദിവസം ഇതിലേക്കൂടെ പോയി, നഖാസ് ഖാനയിൽ കൂടെ പോയി. അന്നേരം അവിടെ ആരെ കണ്ടു? വീണ്ടും നമ്മുടെ ഈ ബഡേമിയാനെ കണ്ടു. ബഡേമിയാനെ കണ്ടപ്പോൾ ബഡേമിയ പറഞ്ഞു, വീണ്ടും നിർത്തിച്ച് ഈ സമയം മഹാദേവ വർമ്മ വിചാരിച്ചു പുള്ളിയുടെ അവിടെ കേജ് വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കത്തില്ലെന്നുള്ള ഒരിത് ഉറപ്പിച്ചായിരുന്നു പോയത്. പക്ഷേ പുള്ളിക്കാരൻ്റെ കാലിന് താഴെ ഒരു വയ്യാത്തൊരു മോർണി, ഒരു പീക്കോക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടു. അതായത് ആ പീക്കോക്കിൻ്റെ കാല് മുറിഞ്ഞിരിക്കുമായിരുന്നു. കണ്ടപ്പോൾ കഷ്ടം തോന്നിയിട്ട് 7 രൂപ കൊടുത്തിട്ട് ആ പീക്കോക്കിനെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഈർഷ്യാലുമായിരുന്നേ. അതായത് ബാക്കി ആരെ അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്നിട്ട് ഇതിൻ്റെ പേര് കുബ്ജ എന്നായിട്ടിരിക്കുന്നത്. കുബ്ജ മീൻസ് ആ ഒരു ക്യാരക്ടർ അനുസരിച്ചാണ്. അതായത് ബാക്കിയുള്ളവരോട് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ അതെല്ലാം വേണമെന്നൊക്കെയുള്ളൊരിത്. എന്നിട്ട് ഈ കുബ്ജയ്ക്കാണെങ്കിൽ നമ്മുടെ നീൽഖണ്ഡിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നീൽഖണ്ഡിന് കുബ്ജനെ ഒട്ടും ഇഷ്ടമല്ല. നീൽഖണ്ഡിന് ആരെ ഇഷ്ടം? നമ്മുടെ രാധേനെ ഇഷ്ടം അല്ലേ. എന്നിട്ട് കുബ്ജ എപ്പോഴും നമ്മുടെ നീൽഖണ്ഡിൻ്റെ പുറകെ നടക്കുക. പക്ഷേ നീൽഖണ്ഡ് ഓടിച്ച് പേടി ദൂരെ പോവും. നമ്മുടെ ഈ രാധേനെ ഈ കുബ്ജ എന്ത് ചെയ്യും? കൊത്തി നീൽഖണ്ഡിൻ്റെ അടുത്തും ദൂരെ പറഞ്ഞു വിടും. എന്നിട്ട് നമ്മുടെ നീൽഖണ്ഡിന് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഓടിയിട്ട് പറന്ന് ഒന്നി അവിടെ എന്താണ് ആമിൻ്റെ മരം ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ പോയിരിക്കും. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ അവിടെ ഇരിക്കുക. പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ മഹാദേവ വർമ്മ നോക്കുമ്പം അവർ ആ ജനലിൻ്റെ അടുത്ത് ഛത്തിൽ അവിടെ ഇരിപ്പുണ്ട്, ഷെയ്ഡിൽ. അന്നേരം ഇവർ വിചാരിച്ച് ചിലപ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും, ഇവരെല്ലാവരും ഒന്നിക്കുമായിരിക്കും എന്ന്. പക്ഷെ അവരൊന്നും ഒന്നിച്ചില്ല. നീൽക്കണ്ഠന് ഭയങ്കര വിഷമമായി, ആ ഫുഡൊന്നും കഴിക്കാതിരുന്നു. പിന്നെ അവിടെ ഒരു ദിവസം നോക്കിയപ്പം മരിച്ച നിലയിൽ അവിടെ വെറുതെ ഇങ്ങനെ കിടക്കുന്നേ കണ്ടേ. കുറേ പ്രാവശ്യം ഇവനെ വിളിച്ചപ്പോഴും ഇവൻ ആൻസർ ഒന്നും കൊടുക്കുന്നില്ല, എഴുന്നേൽക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇവൻ മരിച്ചെന്ന്. പിന്നെ കുബ്ജ അന്നേരം ഈ നീൽഖണ്ഡിനെ നോക്കി ഇടയ്ക്കൊന്ന് ഇത് തുറന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ അശോക് മരത്തിലും പിന്നെ അതുപോലെ തന്നെ ആമിൻ്റെ മരത്തിൽ, അവൻ ഇരിക്കാറുള്ള മരത്തിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ഇത് പറയുന്നതാണ്, അവൻ ചാടി വീണപ്പം കജ്രി എന്ന് പറയുന്ന ഒരു ഡോഗുണ്ട്. ആ ഡോഗിന് മുന്നിലേക്ക്, അതായത് അൽസേഷ്യൻ പട്ടിയാണ്, അതിൻ്റെ മുന്നിലേക്ക് വന്ന് വീണു. എന്നിട്ട് ഈ കുബ്ജയുടെ തനി സ്വരൂപം അവിടെയും കാണിച്ച് ആ പട്ടീനെ പോയി കൊത്തി. പക്ഷെ പട്ടി എന്ത് ചെയ്തു? തിരിച്ച് 2 പല്ലും വെച്ച് ഒരു കടി കൊടുത്ത് കഴുത്തിൽ. അങ്ങനെ നമ്മുടെ കുബ്ജ മരിക്കുകയാണേ. അത് കഴിയുമ്പം നമ്മുടെ ഈ രാധ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. രാധയുടെ വിചാരം അവൻ പുറത്ത് എവിടെയോ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ കാത്തിരിക്കുകയാണ് അകത്ത്, പാവം. ഇതാണ് നമ്മുടെ നീൽഖണ്ഡ് എന്ന് പറയുന്ന കഥ. മഹാദേവ വർമ്മ എഴുതിയിരുന്നതാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ള കഥയല്ലേ?